ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വീണ്ടും ഒരു സമൂസയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ചിക്കൻ സമൂസയുടെ റെസിപ്പി ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ വെച്ചിട്ടുള്ള സമൂസയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കനോ മുട്ടയോ ഒന്നും ആവശ്യമില്ലാത്ത വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സമൂസയുടെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിലേക്ക് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം ഗ്രീൻ പീസ് ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 3 ഉള്ളി, 3 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, 4 പച്ചമുളക്, കുറച്ച് മല്ലിയില, ചെറിയൊരു പീസ് ബീട്രൂട്ട് കേട്ടോ. ബീട്രൂട്ട് എടുക്കുമ്പോൾ കൂടി പോവണ്ട, ഇതുപോലെ ഒരു ഹാഫ് പോർഷൻ മാത്രം മതി. പിന്നെ വലിയൊരു പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. ഗ്രീൻ പീസ് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കട്ടെ. ഒരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി രണ്ടും കൂടെ ചതച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് വട്ടത്തിൽ കട്ടാക്കിയതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് 3 കൂടെ എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി നൈസാക്കി ചെറിയതാക്കിയിട്ട് കട്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി മൊത്തമായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസിൽ ഓൾറെഡി ഉപ്പിട്ടാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ഉപ്പ് കൂടി പോവാതെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറവുണ്ടെങ്കിൽ ലാസ്റ്റൊക്കെ കൂട്ടി കൊടുത്താൽ മതിയല്ലോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഓവർ വഴറ്റിയെടുക്കാനും നിൽക്കണ്ട. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ ചെറിയതാക്കിയിട്ട് കട്ടാക്കിയതാണ് ഉണ്ടല്ലോ. ഈ ഒരു സൈസിൽ കട്ടാക്കിയതിന് വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പച്ചയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു മസാലയിലിട്ട് വേവിച്ചെടുത്താൽ മതി. ചെറിയതാക്കിയത് കട്ടാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ, അധികം ടൈമൊന്നും വേണ്ട. ഇനി അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ആ സെയിം രീതിയിൽ തന്നെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ബീട്രൂട്ടാണ്. ബീട്രൂട്ടും കണ്ടല്ലോ ചെറിയതാക്കി തന്നെ കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇത്ര ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നോട്ടെ, നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നോട്ടെ. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം വേവുണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ 2-3 പ്രാവശ്യം ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് 5 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി. ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് സമയം കൊണ്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാനായിട്ട് മാറ്റിയെടുക്കണം കേട്ടോ. വെള്ളം മൊത്തമായിട്ട് കളഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണ്. ഒരു 3 വിസിലൊക്കെ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് മൊത്തമായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് എരിവ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എരിവൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി മസാലയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല കഴിക്കാൻ. ഇനി നമുക്കിത് ചൂടാറിയിട്ട് വേണം സമൂസ ഷീറ്റ് എടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യാനായിട്ട് തുടങ്ങാം.
അപ്പോൾ ഈ സമൂസ ഫോൾഡ് ചെയ്തെടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുണ്ടല്ലോ, അത് ഒട്ടിക്കാനായിട്ട് കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ പശയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സമൂസ ഷീറ്റിൽ നിറച്ച് കൊടുക്കാം മസാല. അപ്പോൾ ഇതുപോലെ ഓരോ ഷീറ്റായിട്ട് എടുക്കുക. എന്നിട്ട് ആദ്യം ഇങ്ങോട്ട് മടക്കിയിട്ട് ഈ ഒരു കോർണറിലായിട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചൊന്ന് മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് മസാല വെച്ച് കൊടുക്കുക. അതൊക്കെ അറിയുന്നവരായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഡീറ്റെയിലായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമൂസ കഴിക്കാനുള്ള സമയമാകുമ്പം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുക. സമൂസ പെട്ടെന്ന് തന്നെ തണുത്ത് പോകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആ ഒരു ടൈം ആവുന്ന സമയത്ത് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ മൊത്തമായിട്ട് തന്നെ ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചൂടായിട്ട് നമുക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ സമൂസ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യൽ പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആ ഒരു മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. മുട്ടയോ ചിക്കനോ ബീഫോ ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ മുട്ട പുഴുങ്ങിയിട്ടും വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും ഏകദേശം മുരിഞ്ഞു വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ചിക്കൻ സമൂസയുടെ റെസിപ്പിയും ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് അതിൽ റെഡിയാക്കിയിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കിയിട്ടുള്ള സമൂസയാണ്. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കട്ടെ. അതിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് തന്നെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു മസാലയാണ്. ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.